തിയോളജി ഓഫ് ബോഡി, ജെൻഡർ ആൻഡ് സെക്സ് എന്ന പഠന പരമ്പരയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഞങ്ങളുടെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നാം കണ്ടത് കോംപ്രിഹെൻസീവ് സെക്സ് എഡ്യൂക്കേഷനെ കുറിച്ചാണ്. എന്നാൽ നാം അത് പൂർത്തീകരിച്ചിരുന്നില്ല. കോംപ്രിഹെൻസീവ് സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷനെ കുറിച്ചുള്ള കുറച്ച് ആഴമേറിയ പഠനങ്ങളാണ് ഇന്ന് നാം നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. സർ, കോംപ്രിഹെൻസീവ് സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷൻ്റെ ഒരു ജനറൽ ഐഡിയ നമുക്കിപ്പോൾ കിട്ടി. എന്തൊക്കെയാണ് അതിൻ്റെ കണ്ടൻറ്റ്? അത് യുണൈറ്റഡ് നേഷൻസ് എല്ലാ രാജ്യങ്ങൾക്കും ഇംപ്ലിമെൻ്റ് ചെയ്യാനായിട്ട് കൊടുത്ത ഒരു ഡോക്യുമെൻ്റാണ്. അതിൻ്റെ ബേസിസിൽ സിലബസ് ഓരോ രാജ്യങ്ങൾക്കും ഉണ്ടാക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ അങ്ങനെയാണ് സീക്കസ് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ, ഇത് അമേരിക്കയിലെ ഓർഗനൈസേഷൻ, അതിൻ്റെ ഫുൾ ഫോം സെക്ഷുവാലിറ്റി ഇൻഫർമേഷൻ ആൻഡ് എഡ്യൂക്കേഷണൽ കൗൺസിൽ ഓഫ് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, സീക്കസ്, SIECUS, അതിൻ്റെ ഫുൾ ഫോമാണ് ഞാൻ പറഞ്ഞത്. ഇതൊരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ഈ കോംപ്രിഹെൻസീവ് സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷനെ പ്രൊമോട്ട് ചെയ്യുകയും അവർ ഇതിനെ മോഡിഫൈ ചെയ്ത് അവരുടേതായ ഒരു സിലബസ് ഉണ്ടാക്കി അമേരിക്കയിലും മറ്റ് രാജ്യങ്ങൾക്കും വേണമെങ്കിൽ അത് ഇംപ്ലിമെൻ്റ് ചെയ്യാനായിട്ട് ഓപ്പണായിട്ടൊരു സംവിധാനം ഒരുക്കി. അപ്പോൾ ഇത് 2019 ഇതിൻ്റെ പേര്, ഈ സീക്കസ് അവരുടെ പേര് സെക്സ് എഡ്യൂക്കേഷൻ ഫോർ സോഷ്യൽ ചേഞ്ച് എന്നാക്കി. അപ്പോൾ സെക്സ് എഡ്യൂക്കേഷൻ ഫോർ സോഷ്യൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു സോഷ്യൽ ചേഞ്ച് ഇന്ന് വരണമെങ്കിൽ സെക്സ് എഡ്യൂക്കേഷനാണ് ഒരേ ഒരു വഴി. അപ്പോൾ അതും നമ്മുടെ സ്കൂൾ ലെവലിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇവർ പല പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ ഉണ്ടാക്കിയിരിക്കുന്ന സിലബസ് എങ്ങനെയാണ്, അതാണ് നമ്മൾ ഈ എപ്പിസോഡിൽ പ്രധാനമായിട്ട് കാണുന്നത്. ഏതൊക്കെ ഏജിൽ ഏതൊക്കെ ഘട്ടത്തിലാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം പിന്നിൽ ഞാൻ പറഞ്ഞതുപോലെ ഒരുപാട് ആളുകൾ ഇതിൻ്റെ പിന്നിൽ ഏജൻസികളുണ്ട്. ഇൻ്റർനാഷണൽ പ്ലാൻ പേരൻറ്റ്ഹുഡ് പോലെയുള്ള പല ഏജൻസികളും ഇതിൻ്റെ സ്പോൺസേഴ്സാണ്. അവർക്ക് ഇതിന് ആക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതിന് അവർക്ക് പൈസ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പല രീതിയിൽ പല പേരിലാണിത്, പല ബ്രാഞ്ചസായിട്ട് ഈ സിലബസ് അവർ മുന്നോട്ട് പോയത്. അപ്പോൾ പല പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പോൾ ഇതിൻ്റെ തുടക്കം എന്നൊക്കെ പറയുന്നത് ഇപ്പം ഹോമോസെക്ഷുവാലിറ്റി ആളുകളുടെ റൈറ്റിന് വേണ്ടിയിട്ട് ഇറ്റ്സ് ഓൾ ഇൻ വൺ എന്നുള്ള ഒരു ഫോർമുലയിൽ അവർ സെക്സ് എഡ്യൂക്കേഷൻ വളരെ സർവ്വസാധാരണമായിട്ട് UN നേതൃത്വത്തിൽ തന്നെ ആക്കാനായിട്ട്. അപ്പോൾ അവിടെ ഈ ഇൻ്റർനാഷണൽ പ്ലാൻ പേരൻറ്റ്ഹുഡും അതിൻ്റെ പിന്നിലുള്ള ആളുകളും ഇതിൻ്റെ പിന്നിലുണ്ട്, ഇതിൻ്റെ സിലബസ് ഡിസൈൻ ചെയ്യാനായി. ഇതിൽ നിന്ന് ബെനിഫിറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് ശരിക്കും ഇതിൻ്റെ പുറകിൽ നിൽക്കുന്നത് മുഴുവൻ. അല്ലെങ്കിൽ എന്തിനാണ് നിൽക്കുന്നത്? അത് ഇപ്പോഴത്തെ ബെനിഫിറ്റ് മാത്രമല്ല, ഇപ്പോൾ അവർക്ക് കിട്ടുന്ന ഫണ്ടിങ് മാത്രമല്ല, ഫ്യൂച്ചറിൽ അവരുടെ എത്രയോ ക്ലിനിക്കുകളുണ്ട് ഇത് സർവൈവ് ചെയ്ത് പോകുന്നത് എങ്ങനെ. അല്ലെങ്കിൽ കുട്ടികൾക്ക് കൺഫ്യൂഷൻ ഇല്ലെങ്കിൽ എങ്ങനെയാണ് റീഅസൈൻമെൻറ്റ് സർജറി നടക്കുന്നത്? അല്ലെങ്കിൽ കുട്ടികൾക്ക് ഇങ്ങനെ സെക്ഷുവൽ ഡിസീസസ് ഇല്ലെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ് നടക്കുന്നത്? അല്ലെങ്കിൽ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന കോൺട്രാസെപ്റ്റീവ്സ് മില്യൺസ് ആൻഡ് മില്യൺസ് എങ്ങനെയാണ് വിറ്റഴിയുന്നത് അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനികൾ? അപ്പോൾ ഇതിൻ്റെ പിന്നിൽ പല ആളുകളും ഇതിൻ്റെ ബെനിഫിറ്റ്സ് എടുക്കുന്നു. ഈ റീഅസൈൻമെൻറ്റ്സ് കഴിഞ്ഞാൽ എനിക്കൊന്ന് കണ്ടിന്യൂസ് ഇവർക്ക് മെഡിസിൻസും കാര്യങ്ങളും അതെല്ലാം ഉണ്ട്. ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് അത് ലൈഫ് ഗോയിങ് ആണ്, ലൈഫ് ഗോയിങ് ഓൺ. പിന്നെ അവരുടെ ഡിപ്രഷൻ പ്രോബ്ലംസ്, അങ്ങനെ പല പല പ്രോബ്ലംസ് അവിടെയുണ്ട്. അപ്പം ഇവിടെ ഈ നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ടത് ഈ ഇൻ്റർനാഷണൽ പ്ലാൻ പേരൻറ്റ്ഹുഡ് ഇവർ ഈ UNFPA നിന്നും അൺഎയ്ഡ്സ്, UN, അതുപോലെ തന്നെ ലോക ബാങ്ക്, WHO ഇവരിൽ നിന്നെല്ലാം ഒരുപാട് പൈസ എടുത്തിട്ടാണ്, സാമ്പത്തിക സഹായം എടുത്തിട്ടാണ് ഈ ഒരു പരിപാടികൾ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്, ഇതുണ്ടാക്കി മറ്റുള്ളവർക്ക് കൊടുക്കുന്നത്. അല്ലാതെ നമ്മളിപ്പോൾ സീക്കസ് എന്ന് പറയുന്ന ഒരു സംവിധാനത്തിന് പ്രത്യേകമായിട്ടൊന്നുമില്ല. അത് പിന്നിൽ വർക്ക് ചെയ്ത് അവർക്ക് റെഡിമെയ്ഡ് കൊടുക്കുകയാണ്. സീക്കസ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലുള്ളതാണ്. ഈ പ്ലാൻ പേരൻറ്റ്ഹുഡും എല്ലാം US ഇതിൻ്റെ തുടക്കവും അതിൻ്റെ വ്യാപകമായിട്ട്. പക്ഷേ ഈ പ്ലാൻ പേരൻറ്റ്ഹുഡ് മറ്റ് പല രാജ്യങ്ങളിലും വേറെ പല പേരിലുണ്ട്. സർ, CSC ശരിക്കും നമ്മൾ ഓരോ രാജ്യങ്ങൾക്കും അവരുടേതായ ഒരു വേർഷൻ എടുക്കാൻ പറ്റുമോ? ഇവിടെ നമ്മളിപ്പോൾ CSCയെ കുറിച്ച് പറഞ്ഞത് യുണൈറ്റഡ് നേഷൻസ് ഒരു മെയിൻ ഡോക്യുമെൻ്റ് പോലെയാണ് ഇറക്കിയിരിക്കുന്നത്, സിലബസ് അല്ല, മെയിൻ ഡോക്യുമെൻ്റ്. ആ ഡോക്യുമെൻറ്റിൻ്റെ കണ്ടൻറ്റാണ്
ഇന്ന കാര്യങ്ങൾ സെക്സ് എഡ്യൂക്കേഷൻ നമ്മൾ കൊടുക്കണം, കുട്ടികളെ ഈ രീതിയിൽ നമ്മൾ അവരെ ട്രെയിൻ ചെയ്തെടുക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള ഇത് വെച്ചിട്ട് ഓരോ രാജ്യങ്ങളും അവർക്ക് വേണ്ട രീതിയിൽ ഈ പോയിൻറ്റ്സ് എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്ക് സിലബസ് ഉണ്ടാക്കാം. എപ്പോഴും എനിക്കൊന്ന് നമ്മളൊരു വെസ്റ്റേൺ കൾച്ചറിനെ ഫോളോ ചെയ്യുന്ന നമുക്ക് അതിനൊരു ടെൻഡൻസി വെരി ബേസിക് ഒരു ഡ്രസ്സിങ് കാര്യങ്ങൾ തൊട്ട് നമ്മൾ അവരെ എപ്പോഴും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നതാണല്ലോ, അവരിൽ നിന്ന് പഠിക്കാനും. ഇത് അപ്പം ഇപ്പോഴാണേലും ഈ ഒരു നമ്മൾക്ക് ഗ്ലോബൽ ന്യൂസ് ഒക്കെ കൃത്യമായിട്ട് കിട്ടുമല്ലോ നമ്മുടെ ഫിംഗർ ടിപ്സിൽ. പിന്നെ ടെസ് എനിക്ക് തോന്നുന്നേ നമുക്കൊരു ലിബറേഷൻ്റെ അല്ലെങ്കിൽ ഫ്രീഡത്തിൻ്റെ ഒക്കെ കാര്യം പറയുമ്പോഴേ നമ്മൾ എക്സാമ്പിൾ സെറ്റ് ചെയ്യുന്നത് വെസ്റ്റേൺ കൾച്ചറിനെ വെസ്റ്റേൺ കൾച്ചർ. അത് തന്നെയല്ലെന്നേ, സോഷ്യൽ മീഡിയ ഇത്രയും ഒരു ഫാസ്റ്റ് മൂവ്മെൻ്റ് ആവുമ്പോഴേ ഇപ്പം ഞാൻ യു എസിൽ താമസിക്കുന്നെങ്കിലും യു എസിലെ ചില ന്യൂസുകൾ ഞാനത് അറിയുന്നതിന് മുമ്പ് തന്നെ ഒരു പക്ഷേങ്കിൽ പുറത്തുള്ള ആളുകളായിരിക്കും. പല ന്യൂസുകൾ എന്നെ ഇവിടുന്ന് മെസ്സേജ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്, ഇങ്ങനൊരു സംഭവം അവിടെ നടന്നല്ലോ. അപ്പോഴാണ് ഞാൻ ന്യൂസൊക്കെ വായിച്ചിട്ട്, കാരണം ഇവിടുത്തെ സോഷ്യൽ മീഡിയ ഇവിടുത്തെ രീതികളൊക്കെ എൻ്റെ വളരെ ഫാസ്റ്റാണ്. ഒരുപക്ഷെ പ്ലാൻ പാരന്റ്ഹുഡിനെ കുറിച്ചൊക്കെ ഞാനൊക്കെ അറിയുന്നത് ഇൻസ്റ്റാഗ്രാമിലൂടെ ഒക്കെ തന്നെയാണ്. സോഷ്യൽ മീഡിയയാണ് നമ്മളെ പല കാര്യങ്ങളും അറിയിക്കുന്നത്. അത് ഈ പ്ലാൻ പാരന്റ്ഹുഡിൽ വർക്ക് ചെയ്തിരുന്നവരും അതിൻ്റെ പല ഡയറക്ടേഴ്സും അവസാനം മനസ്സ് തിരിഞ്ഞ് അവരാണ് പല സത്യങ്ങളും പുറത്തു വിടുന്നത്. അല്ലെങ്കിൽ ഇതൊന്നും ആരും അറിയുകയില്ല. എന്നാൽ തന്നെയും ഇപ്പോൾ അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ ഇതിനെ ഒബ്ജക്റ്റ് ചെയ്യാൻ ആളുകളുള്ളത് കൊണ്ട് ഇത് അങ്ങനെ പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ടാണ്. അവർക്ക് കുറേ കാര്യങ്ങളൊക്കെ അവർ സമ്മതിച്ചാലേ പറ്റുള്ളൂ. കുറച്ച് പ്രോ ലൈഫ് ആക്ടിവിറ്റീസ് ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്നവരിലേക്ക് ഒന്നും കൂടെ ഇതിന്റെ ഏറ്റവും കൂടുതൽ പ്രോ ലൈഫ് ആക്ടിവിറ്റി ഉള്ളത് അമേരിക്കയിലാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ പ്രോ ലൈഫ് ഒബ്ജക്ഷൻ, അതായത് ഇതൊരു 50-50 ബാലൻസ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്നാലും ഒരുപാട് ആളുകൾ ഈ അബോർഷൻ എഗൻസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ പ്രോ ലൈഫ് മൂവ്മെൻറ്റിൽ അവിടെ ചെറുപ്പക്കാർ ഈ യൂത്ത് മുതൽ ആക്റ്റീവായിട്ട് വരുന്നുണ്ട്. പക്ഷെ അമേരിക്ക പോലെയുള്ളൊരു ഡെവലപ്ഡ് കൺട്രിയിലെ ഇങ്ങനെ ഒരു അബോർഷൻ-എതിരായിട്ടുള്ളൊരു പ്രൊട്ടസ്റ്റ് ഒക്കെ ഉണ്ടെന്ന് നാട്ടിൽ പലർക്കും അറിയാവോന്ന് എനിക്ക് അറിയില്ല. എനിക്ക് തോന്നുന്നു ഇന്ത്യയിലൊക്കെ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് വളരെ സൈലന്റ് ആയിട്ടൊരു പ്രോ ലൈഫ് ആക്ടിവിറ്റീസ് ആണ് നടക്കുന്നത്. കാമായിട്ട് അത് പോകുന്നു. ഒരു അഗ്രസീവ് ആയിട്ട് അതിനെ ഡീൽ ചെയ്യുന്ന ആരുമില്ല. പക്ഷെ എനിക്ക് യു എസിലൊക്കെ ഓപ്പൺ ആണ്, വളരെ പവർഫുൾ ആയിട്ടാണ്. ഈ പല പ്ലാൻ പാരന്റ്ഹുഡ് ക്ലിനിക്കിൻ്റെയും ഫ്രണ്ടിൽ ഇവർ ഒപ്പോസ് ചെയ്യുന്നത്, അതായത് അവർ റോസറി ചൊല്ലിക്കൊണ്ട് മുട്ടുകുത്തി റോസറി ചൊല്ലി അങ്ങനെയൊക്കെയാണ് അവർ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നത്. അപ്പം വരുന്ന ആളുകളെ അവരെ സംസാരിക്കാൻ പരിശ്രമിക്കും, അവരെ പിന്തിരിപ്പിക്കാൻ പരിശ്രമിക്കും, പിന്നെ അത് പോലീസ് കേസാവും. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. സാർ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ഇത് റിലീജിയൻ ബേസ്ഡ് ആവുന്നു കാര്യം. ഞാനിതുപോലെ 1-2 വീഡിയോസ് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അതിൽ ഈ പ്ലാൻ പാരന്റ്ഹുഡിൽ പ്രൊട്ടസ്റ്റ് നടത്തുന്ന ആൾക്കാരോട് ചോദിക്കുന്നൊരു ചോദ്യം, നിങ്ങൾ ക്രിസ്ത്യൻ ആയതുകൊണ്ടല്ലേ ഇത് ചെയ്യുന്നതെന്നുള്ള. അപ്പം ഇത് കത്തോലിക്ക സഭയുടെ മാത്രം ഒരു ബാധ്യത അങ്ങനെ ആക്കി അവരങ്ങ് അതിനെ അങ്ങ് ഇത് ലോകത്തിന് മുഴുവൻ വേണ്ട ഒരു കാര്യമാണെന്നുള്ളത്. അങ്ങനെ ആക്കുമ്പോഴും ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളിലുള്ള പലർക്കും ഇത് തുറന്ന് പറയാൻ ഇപ്പം നമുക്ക് ഇതിനോട് എതിർപ്പുണ്ടാവുമായിരിക്കും. പക്ഷേ തുറന്ന് പറയുമ്പോൾ നേരിടേണ്ടി വരുന്ന പ്രൊട്ടസ്റ്റ് ഓർത്ത് നമ്മൾ മിണ്ടാതിരിക്കുന്ന ഒരു അവസ്ഥയും കൂടെ ഉണ്ട്. നമുക്ക് പല കാരണങ്ങളുണ്ട്. പക്ഷേ ഇതിനെ ക്രിസ്ത്യനൈസ് ചെയ്യുകയല്ല. ഇന്ന് ലോകത്തിൽ ക്രിസ്ത്യൻ കുഞ്ഞുങ്ങൾ മാത്രമല്ല കൊല ചെയ്യപ്പെടുന്നത്. മോർ ദാൻ 70 മില്യൺ ഒരു വർഷം ലോകത്തിൽ അബോർഷൻ ഉണ്ടെങ്കിൽ അതിലെല്ലാം ക്രിസ്ത്യൻ കുട്ടികളാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പറഞ്ഞ പോയിന്റ് എനിക്ക് നമുക്ക് കുറച്ചുകൂടെ ക്ലാരിഫൈ ചെയ്യാം. ക്രിസ്ത്യനൈസ് ചെയ്യുന്നത് നമുക്ക് ഒരു കോൺഫ്ലിക്റ്റ് വരുത്താൻ വേണ്ടിയിട്ടുള്ള അതെ, നമ്മുടെ ഒരു ഗ്രേറ്റർ ബെനിഫിറ്റ് ഇതിനകത്ത് ഉണ്ടെന്നുള്ളത് അവര് മൂടി വെക്കുകയാണ് കൃത്യമായിട്ട്. ഇപ്പൊ മറ്റുള്ളവർ വരുത്തി തീർക്കുകയാണ്, ക്രിസ്ത്യൻസ് ആണ് കൂടുതലും ഇതിനെതിരെ നിൽക്കുന്നത് എന്നുള്ളത്. തീർച്ചയായിട്ടും അത് അങ്ങനെയാണ്. ഒരു ക്രിസ്ത്യൻ വാല്യൂ ആണല്ലോ അബോർഷനെതിരായിട്ടുള്ള നമ്മുടെ വാല്യൂ. പ്രോ ലൈഫ് അബോർഷൻ മാത്രമല്ല, ഈ എല്ലാം നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ മുഴുവൻ നമ്മളാണല്ലോ ശരിക്കും ഒരു മോറലി ആധികാരികമായിട്ട് കത്തോലിക്ക സഭ പറയുന്നത് പോലെ വേറൊരു ക്രിസ്ത്യൻ വിഭാഗവും പറയുന്നില്ല. അതുകൊണ്ടാണ് ഇവർ കത്തോലിക്ക സഭയ്ക്കെതിരായിട്ട് കൂടുതൽ ശക്തമായിട്ട് അതിൻ്റെ കാരണം നമ്മുടെ വായ അടയ്ക്കാനാണ് ഇവർ പരിശ്രമിക്കുന്നത്. അതുകൊണ്ട് നമ്മളെങ്കിലും ഇതൊക്കെ മനസ്സിലാക്കി വോയിസ് റേസ് ചെയ്യാനായിട്ട് റെഡി ആകണം എന്നുള്ളത്. തീർച്ചയായിട്ടും. അപ്പോൾ ഈ സീക്കസിലേക്ക് നമുക്ക് വരാം. സീക്കസ് ഈ സിലബസും കാര്യങ്ങളും ഒക്കെ അവർ ക്രിയേറ്റ് ചെയ്തപ്പോൾ ഈ CSEയുടെ പല വിശദാംശങ്ങളും അവരെടുത്തു. പക്ഷേ അതിൻ്റെ ടേംസ് മാറ്റി
അതിൻ്റെ രീതികൾ മാറ്റി. അപ്പോൾ ഇവർ കൂടുതലും പറയുന്നത് പ്രത്യേകിച്ച് ഈ യുവാക്കളുടെ ഇടയിൽ STD പിന്നെ കുറയ്ക്കാനായിട്ടും അതുപോലെ തന്നെ അവർക്ക് ഒരു ലൈംഗിക ഫ്രീഡം കൊടുക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സെക്സ് എഡ്യൂക്കേഷൻ എന്നുള്ള ഒരു മോട്ടോ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ്. സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസും അതുപോലെ തന്നെ അവർക്കൊരു സെക്ഷൽ ഫ്രീഡം, ഇപ്പം വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾക്കൊരു സെക്ഷൽ ഫ്രീഡം വേണം. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ പിന്നിൽ അവർ പറയുന്ന പ്രധാനപ്പെട്ട കാരണം. അപ്പോൾ ഇതിന് ഒരു ഇൻ്റർനാഷണൽ ഗൈഡ് ലൈൻസ് ഓൺ സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷൻ എന്നും പറഞ്ഞിട്ടാണ് ഇവരൊരു ഡോക്യുമെൻ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പേര് ഇൻ്റർനാഷണലി ഗൈഡ് ലൈൻസ്. അപ്പോൾ അത് എല്ലാ രാജ്യങ്ങൾക്കും പിന്നെ അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ, അതുകൊണ്ടാണ് അങ്ങനെ ഒരു രൂപവും ഭാവവും ഒക്കെ ഇൻ്റർനാഷണൽ ഗൈഡ് ലൈൻസ് ആണത് സീക്കസ് കൊണ്ടുവരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു ഇൻ്റർനാഷണൽ, അപ്പോൾ ഇത് WHO ഈ യൂണിസെഫും UNPA അതുപോലെ പിന്നെ നമ്മുടെ എല്ലാ UN ഓർഗനൈസേഷൻസും അത് അപ്രൂവ് ചെയ്തുകൊണ്ടാണ് ഈ സീക്കസ് പുതിയ രീതിയിൽ. പക്ഷേ ഈ കോംപ്രിഹെൻസീവ് സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷൻ്റെ പ്രധാനപ്പെട്ട പോയിന്റുകളെല്ലാം അതിൽ വന്നിട്ടുണ്ട്. പക്ഷേ ചില കാര്യങ്ങൾ അവർ സ്വല്പം അതിനകത്തിൽ മാറ്റി, അത്രയേ ഉള്ളൂ. അത് നമുക്കിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കാണാം. അപ്പോൾ ഈ യുനെസ്കോയുടെ ലേറ്റസ്റ്റ് വെർഷൻ ഈ കോംപ്രിഹെൻസീവ് സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷനെ അവർ മോഡിഫൈ ചെയ്തത്, അതിൻ്റെ പേര് മാറ്റി. അപ്പോൾ അതിൻ്റെ പേര് കൊടുത്തിരിക്കുന്നത് ഇൻ്റർനാഷണൽ ടെക്നിക്കൽ ഗൈഡൻസ് ഓൺ സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷൻ. ഇൻ്റർനാഷണൽ ടെക്നിക്കൽ ഗൈഡൻസ് ഓൺ സെക്ഷുവാലിറ്റി. അപ്പോൾ ഇവിടെ ഏറ്റവും എക്സ്പ്ലിസിറ്റായിട്ട് ഒരുപാട് ഒഫൻസീവ് ലാംഗ്വേജിൽ വരുന്ന കാര്യങ്ങൾ ചിലതൊക്കെ അവർ മാറ്റി കോംപ്രിഹെൻസീവ് സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷനിൽ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇതിനെ കുറച്ചും കൂടി ഒരു പോളിഷ്ഡ് ലാംഗ്വേജിൽ അവർ കൊണ്ടുവന്നു. പക്ഷെ അതെന്നാലും നമുക്ക് കാണാം ഇതിൻ്റെ പിന്നിലും ഇൻ്റർനാഷണൽ പ്ലാൻ പേരൻറ്ഹുഡാണ് ഈ സീക്കസിൻ്റെ സിലബസ് തയ്യാറാക്കാനും പ്രധാനമായിട്ട് റോള് ഉണ്ടായിരുന്നത്. അത് വളരെ കൃത്യമായിട്ട് അതിൻ്റെ സ്റ്റാർട്ടിങ് മുതൽ അവസാനം വരെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഈ ബർത്ത് ടു 5 years എന്ന പല പ്രസിദ്ധീകരണങ്ങൾ അവർ ഇറക്കിയിട്ടുണ്ട്. സ്റ്റാർട്ട് എന്ന് പറയുന്നതാണ് ഗൈഡ് ലൈൻസ് ഫോർ സെക്ഷുവാലിറ്റി ഇഷ്യൂസ് ബർത്ത് ടു 5 years. അതുപോലെ തന്നെ ഗ്ലോബൽ മാപ്പിംഗ് ഓഫ് പ്ലഷർ, എ ഡയറക്ടറി ഓഫ് ഓർഗനൈസേഷൻ പ്രോഗ്രാംസ് മീഡിയ ആൻഡ് പീപ്പിൾ ഹൂ ഇറോട്ടൈസ് സേഫർ സെക്സ്. അപ്പം ഇങ്ങനെ പല രീതിയിൽ പല വിധത്തിലുള്ള ഡോക്യുമെൻറ്റ്സ് ആണ് അവർ ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്നത് പലതും അതിൽ നിന്ന് നമ്മൾ കോട്ട് അതേപടി എടുത്തിരിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ അവിടെ ഡിസ്പ്ലേ ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു പതിപ്പിൽ അവർ കൊടുത്തിരിക്കുന്നത് ഇതാണെന്ന് പറഞ്ഞാൽ, ഈ പേരൻസ് ആണ് ഈ സെക്സ് എഡ്യൂക്കേഷന് വിലങ്ങുതടിയായിട്ട് നിൽക്കുന്നത്. അപ്പോൾ പേരൻസിന് അവരുടെ പേരൻ്റൽ റൈറ്റ് നമ്മൾ എടുത്ത് മാറ്റേണ്ടതായിട്ടുണ്ട്. അപ്പം നിങ്ങൾ കുട്ടികളോട് പറയുന്നത്, നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ പേരൻസിൻ്റെ കൺസെൻ്റ് ഇല്ലാതെ നിങ്ങൾക്ക് പഠിക്കണോ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ പേരൻസ് ആണ് ഇവരുടെ ഏറ്റവും വലിയൊരു വിലങ്ങുതടിയായിട്ട് നിൽക്കുന്നതായിട്ടാണ് കുട്ടികളെ ഇത് പറഞ്ഞ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇത് ഓരോ പേജിൻ്റെ വോളിയവും പേജ് നമ്പറും ഞാൻ അവിടെ കോട്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ അതിലേക്ക് പോയി ഇത് വെരിഫൈ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ അടുത്ത ഒരു പോയിൻ്റ് നമ്മൾ കോംപ്രിഹെൻസീവ് സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷനിൽ പറഞ്ഞതുപോലെ നിങ്ങളുടെ സാംസ്കാരിക മൂല്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ റിലീജിയസ് വാല്യൂസ്, ഇതും നിങ്ങളുടെ സെക്സ് എഡ്യൂക്കേഷന് തടസ്സമാണ്. അപ്പോൾ അതിനെ റിജക്റ്റ് ചെയ്യണം. അപ്പോൾ ഇതെല്ലാം ഒരു ഫൗണ്ടേഷൻ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ചില ട്രഡീഷൻസ് ഉണ്ട്, അതൊന്നും ഫോളോ ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് ചില വാല്യൂസ് ഉണ്ട്, റിലീജിയസ് വാല്യൂസ് ഉണ്ട്. ഇപ്പോൾ കാത്തലിക്സ് ആണെങ്കിലും ക്രിസ്ത്യൻസ് ആണെങ്കിലും അല്ലെ ഈവൻ മറ്റു മതസ്ഥരാണെങ്കിലും അവരുടേതായ റിലീജിയസ് വാല്യൂസ് ഉണ്ട്. പക്ഷേ അതൊക്കെ ഒരു വിലങ്ങുതടിയാണ്. അതിനെയൊക്കെ റിജക്റ്റ് ചെയ്തെങ്കിലേ ശരിക്കുള്ള ഈ ഒരു ഗൈഡ് ലൈൻസ് മനസ്സിലാവുകയുള്ളൂ എന്നുള്ള ഒരു അർത്ഥത്തിലാണ് ഇവർ പ്രത്യേകമായിട്ട് ഇത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പബ്ലിക്കേഷൻ്റെ ആദ്യ ഘട്ടമെന്ന് പറയുന്നത് 5 വയസ്സ് മുതൽ 8 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് കൊടുക്കുന്ന എന്തൊക്കെയാണ് കൊടുക്കേണ്ടതെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അത് നമുക്ക് പ്രധാനമായിട്ട് ഞാൻ അവിടെ പിന്നെ സ്ലൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമുക്കതൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഓരോ പേജിൽ നിന്ന് ഞാൻ എടുത്തു വച്ചിരിക്കുന്നതാണ്. ലൈംഗിക ദുരുപയോഗം എന്തെന്ന് നിർവചിക്കുക. അപ്പോൾ സെക്ഷൽ അബ്യൂസ്. അപ്പോൾ ഇതിനകത്തിൽ നല്ല ചില കാര്യങ്ങളുണ്ട്. നമ്മളെല്ലാം ടോട്ടലി തെറ്റാണ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഈ സെക്ഷൽ അബ്യൂസ് എന്താണെന്ന് കുഞ്ഞുങ്ങൾക്ക് അവയർനെസ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗുഡ് ടച്ച്, ബാഡ് ടച്ച്, ഇതൊക്കെ അതിൻ്റെ ഭാഗമാണ്. 5 years to 8 years.
അതുപോലെ തന്നെ പിന്നെ റേപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതുപോലെ തന്നെ ലൈംഗിക ചൂഷണങ്ങളെന്ന് പറഞ്ഞാൽ എന്താണ്, ഇതൊക്കെ കുട്ടികൾക്കൊരു എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ശരീരത്തിൻ്റെ ഒരു സെക്ഷൽ നീഡിനെ കുറിച്ച് ഇവർക്കൊരു അവയർനെസ് കൊടുക്കുക, ഒരു നീഡ് ഓഫ് ദ സെക്സ് ശരീരത്തിന്. അപ്പോൾ അത് കഴിഞ്ഞ് അവർ ഈ ഗുഡ് ടച്ച് ബാഡ് ടച്ചിനെ കുറിച്ച് പറയുമ്പോൾ ഇതിനകത്തിൽ പറയുന്നത് ആർക്കൊക്കെ നിങ്ങളുടെ ദേഹത്ത് സ്പർശിക്കാം, അങ്ങനെയുള്ള കുറേ നല്ല കാര്യങ്ങൾ ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ എവിടെ സ്പർശിക്കാം, എവിടെ വരെ സ്പർശിക്കാം, നമ്മൾ ജനറലി പറയുന്ന ഗുഡ് ടച്ച് ബാഡ് ടച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിലുണ്ട്. അതുപോലെ പിന്നീട് അവർക്ക് ശരീരത്തിൻ്റെ സ്വകാര്യ ഭാഗങ്ങളെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തു കൊടുക്കുക. അപ്പം സ്വന്തം ശരീരത്തിൽ അവർക്ക് എങ്ങനെയുള്ള പരീക്ഷണങ്ങളും ട്രയലുമൊക്കെ അവർക്ക് നടത്തുക, അത് സെക്ഷുവൽ പ്ലഷറിന് വേണ്ടി അത് സ്വാഭാവികമാണ് എന്ന് കുട്ടികളെ പഠിപ്പിക്കുക. അപ്പോൾ ഇനി നമ്മൾ ഫസ്റ്റ് ലെവലിൽ തന്നെ 5 to 8 ഇയേഴ്സിൽ മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം സ്വയമേ നമ്മുടെ ശരീരത്തിൽ എങ്ങനെ വേണമെങ്കിലും നമുക്ക് നമ്മുടെ ശരീരത്തിൽ സെക്ഷൽ പ്ലഷറിന് വേണ്ടി നമ്മുടെ ശരീരത്തെ ഏത് രീതിയിൽ വേണേലും നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ എല്ലാ ആളുകൾക്കും അവരുടെ ആരോഗ്യം, മതം, കുലം, ജാതി, വിവാഹബന്ധം എന്നീ കാര്യങ്ങളെ പരിഗണിക്കാതെ ഒരു കുട്ടിയെ വളർത്താനും അതിന് അർഹമായ സ്നേഹം നൽകാനും കഴിയുമെന്ന് സ്ഥാപിക്കുക. അപ്പോൾ ജാതിയും മതവും ഒന്നും വേണ്ട, നമുക്ക് റിലിജ്യൻ ആവശ്യമില്ല. നിങ്ങൾക്ക് ഏത് രീതിയിൽ ഒരു കുഞ്ഞിനെ നല്ല രീതിയിൽ ഇതൊന്നും ഇല്ലാതെ തന്നെ വളർത്താൻ പറ്റും. യെസ്, അവർ പറയുന്നത്. അപ്പോൾ അതാണ് നമ്മൾ പറയുന്നത്, നിങ്ങളുടെ ട്രഡീഷണൽ ബിലീഫ്സോ അല്ലെ റിലീജിയസ് ബിലീഫ്സോ ഒക്കെയാണ് നിങ്ങളുടെ സെക്സ് എഡ്യൂക്കേഷന് തടസ്സമായി നിൽക്കുന്നതെന്ന്. അപ്പോൾ ഇത് നമ്മൾ ഈ ആദ്യത്തെ ഘട്ടത്തിൽ നമ്മൾ 5 മുതൽ 8 വയസ്സ് വരെയുള്ള കുട്ടികളെ നമ്മൾ ഇങ്ങനെയുള്ള ഒരു അവയർനെസ്സും കാര്യങ്ങളും അവർക്ക് കൊടുക്കും. 9 മുതൽ 12 വയസ്സ് വരെയുള്ളതാണ് രണ്ടാം ഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ടാം ഘട്ടത്തിൽ എന്തൊക്കെയാണ്, പിന്നീടാണ് അവർക്ക് ഈ ജെൻഡറിനെ കുറിച്ചുള്ള അവയർനെസ് കൊടുക്കുന്നത്. അപ്പോൾ ജെൻഡർ ഐഡൻറ്റിറ്റി, നിങ്ങൾക്ക് എന്ത് വേണേലും ആകാം, നിങ്ങൾക്ക് ആണാണെങ്കിൽ നിങ്ങൾക്ക് പെണ്ണാണെന്ന് തോന്നുകയാണെങ്കിൽ അതാകാം. അപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ലിസ്റ്റിൽ ആദ്യത്തെ ഘട്ടത്തിൽ ഇനി ഇവിടെ ലിസ്റ്റ് ചെയ്യാത്ത പല കാര്യങ്ങളും ജെൻഡറിനെ കുറിച്ച് പലയിടത്തും അവർ സിലബസിലാക്കിയിട്ടുണ്ട്. എന്തൊരു ടെൻഡർ ഏജ് ആണ് ശരിക്കും അവർക്ക് പറയാം. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ കിൻഡർ ഗാർഡനിൽ പോലും അവർ ഫാമിലി കോൺസെപ്റ്റ്സ് അവർ കൊടുക്കുന്നത്. ജസ്റ്റ് എക്സാമ്പിൾ, ചില സ്കൂളുകളിൽ, ഇപ്പം അമേരിക്കയിലാണെങ്കിലും ചില സ്കൂളുകളിൽ ഒരു കോൺസെപ്റ്റ് കൊടുക്കുന്നത് ഫാമിലി, ഇറ്റ് ക്യാൻ ബി എ ഫാദർ, മദർ, ഓർ 2 fathers, or 2 mothers, or 2 uncles, or 2 aunties. ഈ ഒരു കോൺസെപ്റ്റ് പിള്ളേർക്ക് ചെറുപ്പത്തിലേ കൊടുക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പം നമ്മൾ അതൊന്നും എല്ലാം നമ്മൾ ജനറലി നമ്മളിവിടെ എടുത്ത് എക്സ്പോസ് ചെയ്യുന്നില്ലെന്ന്. അത് കുട്ടികളോട് പറയുമ്പോഴേ അവരുടെ ബേസ് അങ്ങനെ തന്നെ സെറ്റ് ആവും. കുട്ടികളോട് പറയും. അതുപോലെ തന്നെ ചില സ്കൂളുകളുടെ ലൈബ്രറികളിൽ അതിനെ ആസ്പദമാക്കിയുള്ള ബുക്കുകളുണ്ട് കുട്ടികൾക്ക് വായിക്കാൻ, കൊച്ചു കുട്ടികൾക്ക് വായിക്കാൻ പറ്റിയ കളറും ഇല്ലുസ്ട്രേഷൻസും ഒക്കെ ഉള്ള ബുക്കുകളുണ്ട്. ഇപ്പം തന്നെ നമ്മുടെ കേരളത്തിലെ തന്നെ 1-2 സ്കൂളുകളിൽ ഇങ്ങനെ ഞാൻ കേട്ടിരുന്നു, സീനിയർ ക്ലാസ്സസിലുള്ള കുട്ടികൾ ചെന്ന് ജൂനിയർ ക്ലാസ്സസിലേക്കുള്ള കുട്ടികൾക്ക് ഇങ്ങനെയുള്ള ഐഡിയോളജിയെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. വെരി കൺവിൻസിങ് അല്ലേ അത് നമ്മൾ ഇതിൻ്റെ ഒരു ഭാഗമാണ്. പിയർ ടു ഈ സീനിയേഴ്സിനെ പഠിപ്പിച്ചിട്ട് പിയർ ടു പിയർ എഡ്യൂക്കേഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഇവരെക്കാട്ടിലും താണവർക്ക് കൊടുക്കുന്ന എഡ്യൂക്കേഷൻ, കുറച്ച് പേരെ ലീഡേഴ്സായിട്ട് തിരഞ്ഞെടുത്ത് അവർക്ക് സ്പെഷ്യൽ ഇതുപോലുള്ള ട്രെയിനിങ് കൊടുത്തിട്ട് അവരെയും കൊണ്ട്, കാരണം അതിപ്പം പിയർ ഗ്രൂപ്പ് പറയുമ്പോൾ അത് ദാറ്റ് വിൽ ബിക്കം മോർ ലൈക്ക് കൺവിൻസിങ് ആവും, പിയർ പ്രഷറിന് വേണ്ടിയിട്ടൊക്കെ ഉള്ളതാണ്. അപ്പം അതുപോലെ തന്നെ ഇവിടെ അവരുടെ റെപ്രൊഡക്റ്റീവ് അവയവങ്ങളുടെ ഘടനയും പ്രവർത്തനവും വിവരിക്കുക. പിന്നെ നമ്മുടെ സൈക്കിൾസ്, പ്യൂബർട്ടി, പിന്നെ ഇജാക്കുലേഷൻ, അല്ലെങ്കിൽ പിന്നെ ബീജം അല്ലെ അണ്ട ഉൽപാദനം, ഓവുലേഷൻ, ഇങ്ങനെയൊക്കെയുള്ള കുറേ ബയോളജിക്കൽ ആസ്പെക്റ്റുകൾ അവിടെ പഠിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ അവർ പറയുന്നത് വേറൊരു വലിയ പോയിൻ്റ് ഇതാണ്, ജീവിതത്തിൽ ഉടനീളം തങ്ങളുടെ ലൈംഗികത ആസ്വദിക്കുവാനുള്ളതാണ് എന്ന് അവരെ ബോധ്യപ്പെടുത്തുക.
അപ്പോൾ ഈ പ്ലാൻ പേരൻറ്ഹുഡിൻ്റെ ഡയറക്ടർ ഒരു കാലത്ത് പറയുകയുണ്ടായി, എല്ലാ കുട്ടികളും സെക്ഷൽ ബീയിങ്സ് ആണ്. അപ്പം ഞാൻ ഒരു എപ്പിസോഡിൽ പറയുകയുണ്ടായി, വിശുദ്ധ ജോൺ പോൾ രണ്ടാം മാർപ്പാപ്പയും പറഞ്ഞു, എവറി ഹ്യൂമൻ ബീയിങ് ഇസ് എ സെക്ഷൽ ബീയിങ് എന്ന് പറഞ്ഞാൽ, നമ്മൾ സെക്സ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മളന്ന് പറഞ്ഞത്, മെയിൽ ഓർ ഫീമെയിൽ. ആ ആസ്പെക്റ്റിൽ എവറി വൺ ഈസ് ഐദർ മെയിൽ ഓർ ഫീമെയിൽ, ദേ ആർ സെക്ഷൽ ബീയിങ്. പ്ലാൻ പേരൻറ്ഹുഡ് ഇത് സെയിം കാര്യം തന്നെ അവരെടുത്ത് പറഞ്ഞത്, എവരിബഡി ഈസ് സെക്ഷൽ ബീയിങ്സ്. അതുകൊണ്ട് നമുക്ക് കുഞ്ഞുങ്ങളെ പ്രായം മുതൽ ഈ സെക്സിനെ കുറിച്ച് അങ്ങ് ഡീസെൻസിറ്റൈസ് ചെയ്യിക്കണം. പോണോഗ്രഫി വാച്ച് ചെയ്യാൻ, മാസ്റ്റർബേറ്റ് ചെയ്യാൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുഞ്ഞുങ്ങൾക്കതൊരു വലിയ പ്രശ്നമാകാതെ അവരുടെ ജീവിതത്തിൽ അവർക്ക് എങ്ങനെ വേണേലും സെക്ഷൽ പ്ലഷർ എടുക്കാം. ആ ആസ്പെക്റ്റ് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. വളരെ ഒരു ബേസിക്സ് പഠിപ്പിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടല്ലോ. നമ്മൾ ഈ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്, നമ്മൾ ഫോർഗീവ് ചെയ്യണം, നമ്മൾ സ്നേഹം കൊടുക്കണം. അതിനകത്ത് നമ്മൾ പറയുന്ന ചില കാര്യങ്ങൾ നമ്മൾ ആശയടക്കം വേണ്ടാന്ന് വെക്കണം എന്ന് പറയുന്നതിനൊക്കെ വളരെ വിപരീതമായിട്ടുള്ള ആശയങ്ങൾ, കുറെ ആശയം നമ്മൾ ഇനിയും മുന്നോട്ട് പോകുമ്പോൾ അത് വളരെ കൃത്യമായിട്ട് നമുക്ക് വളരെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് ഏജ് പോകുന്ന അനുസരിച്ച് നമുക്ക് മനസ്സിലാവും. അതും ആ പ്രായത്തിൽ അതിനൊരു സെക്ഷുവൽ ആസ്പെക്റ്റും കൂടെ കൊടുക്കുമ്പോഴേ അതുപോലെ തന്നെ ഈ പ്രായത്തിലാണ് അവർ പഠിപ്പിക്കുന്നത് സ്വയംഭോഗം അത് വളരെ നല്ലതാണ്, അത് നിങ്ങൾക്ക് സ്വയമേ വേണേൽ ചെയ്യാം, ഇല്ലേ പരസ്പരം മ്യൂച്വലി യു ക്യാൻ മാസ്റ്റർബേറ്റ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഈ 8 മുതൽ 12 വയസ്സുള്ള ഏജിൽ പ്രീ ടീൻസ് ആൻഡ് അവരുടെ പിബറ്റി സ്റ്റേജിലേക്ക് ഒരു പക്ഷേ വന്നിട്ടുണ്ടാവും, അല്ലെ വരാൻ പോകുന്ന ആ ഒരു ബോഡി ചേഞ്ചസിൻ്റെ ടൈമിലൊക്കെയാണ് ഇത് കറക്റ്റായിട്ട് അവർക്ക് പിന്നെ ഉദ്ധാരണത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നതും അതുപോലെ തന്നെ മാസ്റ്റർബേഷൻ. അത് നിനക്ക് എങ്ങനെ വേണേലും നമ്മുടെ ശരീരം കൊണ്ട് പ്ലഷർ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാം. ഈ 11-12 വയസ്സെന്നൊക്കെ പറയുന്നതേ ഭയങ്കര അഡോളസൻസ്, ആ ഒരു ഏജ് ഗ്രൂപ്പാണ്. അവരെ എത്രത്തോളം ഇത് എഫക്റ്റീവ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുള്ളത്. ഈ ഒരു ചേഞ്ചിന്റെ സമയമല്ലേ ശരിക്കും പറഞ്ഞാൽ അവരൊരു ബോഡിലി ചേഞ്ചും സൈക്കോളജിക്കൽ ചേഞ്ചസും, പ്രത്യേകിച്ച് ഈ പ്യൂബർട്ടി സ്റ്റേജ് അല്ലെങ്കിൽ പ്രീ പ്യൂബർട്ടി എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരുപാട് ചേഞ്ചസും കൺഫ്യൂഷൻസിൻ്റെ ടൈമാവും. ആ സമയത്ത് ഭയങ്കര എന്താ പറയുക, ഒരു വിമുഖത ഉണ്ടാവില്ല, കാര്യം കോൺഷ്യസ് ആവില്ല ഇവർ ഇതിനെക്കുറിച്ചൊക്കെ. അവർ കോൺഷ്യസ് ആവും, പക്ഷേങ്കിൽ അവരെ ഡീസെൻസിറ്റൈസ് ചെയ്യുക എന്നുള്ളതാണ് ഈ എഡ്യൂക്കേഷൻ്റെ ഒരു പ്രത്യേകത. അതാണല്ലോ സെക്ഷൽ റൈറ്റ് ആണ്, സെക്ഷൽ റൈറ്റ്. അപ്പോൾ അവർ പറയുന്നത് ഇത് ശരിക്കും കുട്ടികൾ ഡീസെൻസിറ്റൈസ്ഡ് ആയി കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ സോഷ്യൽ ചേഞ്ച് അങ്ങനെ വരുത്താൻ പറ്റുള്ളൂ എന്നാണ്. അപ്പം നമ്മൾ പറയുന്നല്ലോ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ എങ്ങനെയാണ് പോവർട്ടി സെക്സ് എഡ്യൂക്കേഷൻ കൊടുത്താൽ എങ്ങനെയാണിത് മാറുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ ജസ്റ്റിഫിക്കേഷനാണ്. അതായത് ഒരു സോഷ്യൽ ചേഞ്ച് വരണമെങ്കിൽ ചെറുപ്രായം മുതൽ ഈ തരത്തിലുള്ള എഡ്യൂക്കേഷൻ കുട്ടികൾക്ക് കൊടുക്കണം. അപ്പോൾ ആ സോഷ്യൽ ചേഞ്ച് വരുമ്പോൾ നാച്ചുറലി പോവർട്ടിയും അതുപോലെ അതുമായിട്ടുള്ള പല കാര്യങ്ങളും മാറ്റം വരും. അല്ല, ഈ പ്യൂബർട്ടിയുടെ ഒക്കെ സമയത്ത് ഈ ഹോർമോണിന്റെ ഒക്കെ ഒരു വർക്ക്സ് ഒക്കെ നമ്മുടെ ബോഡിയിൽ തുടങ്ങുന്ന ഒരു സമയത്ത് ഇതൊക്കെ പറയുമ്പോൾ പിള്ളേർ അതിൽ ഇൻഫ്ലുവൻസ്ഡ്. പക്ഷെ അതുകൊണ്ടാണ് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് ഞാൻ പ്രത്യേകമായിട്ട് പറയുന്നത്, നമ്മളുടെ പേരൻസിൻ്റെ പ്രൈമറി ഡ്യൂട്ടിയാണ് ഏത് ഏജിലും അപ്രോപ്രിയേറ്റ് ലാംഗ്വേജസ് ഉപയോഗിച്ച് കുഞ്ഞുങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ അവരെ മേ ബി 0 years ഓൺവേഴ്സ് കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ് പേരൻസിൻ്റെ. ഇത് കത്തോലിക്ക സഭ വളരെ വ്യക്തമായിട്ട് നമ്മളോട് പറഞ്ഞിട്ടുള്ളതാണ്. മതബോധന ഗ്രന്ഥം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പേരൻസിൻ്റെ ഗൈഡൻസ് ഫോർ സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷന് നമുക്ക് കത്തോലിക്ക സഭയിൽ തന്നെയുണ്ട്. അവിടെ പറഞ്ഞിരിക്കുന്നതാണ് പ്രധാനമായിട്ട്. അത് അധ്യാപകരുടെയോ അല്ലെ മതാധ്യാപകരുടെയോ അല്ലെങ്കിൽ മറ്റാളുകളുടെയോ ഒന്നുമല്ല. അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യും. ഇപ്പം നമുക്ക് ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങൾ അവരുടെ ഹെൽപ്പോടുകൂടി നമ്മൾ ചെയ്യാൻ പറ്റുമെന്നുള്ളതേ ഉള്ളൂ. സഭ വളരെ വ്യക്തമായിട്ട് പറയുന്നത് സെക്സ് എഡ്യൂക്കേഷൻ്റെ പ്രൈമറി എഡ്യൂക്കേറ്റേഴ്സ് എന്ന് പറയുന്നത് പേരൻസാണ്. പക്ഷേ ഇന്ന് പല പേരൻസും നമ്മൾ അത് വേണ്ടത്ര രീതിയിൽ എടുക്കുന്നുണ്ടോ എന്നെനിക്ക് സംശയമാണ്. ഇപ്പോൾ കുറേയൊക്കെ മാറ്റങ്ങൾ വന്നു. ഇപ്പോഴത്തെ പുതിയ ജനറേഷനിലൊക്കെ കുറേ കൂടെ കുഞ്ഞുങ്ങൾക്ക് എഡ്യൂക്കേഷനും കാര്യങ്ങളും ഇതിനെക്കുറിച്ചൊക്കെ കൊടുക്കാൻ തുടങ്ങി. മറ്റേ നമ്മൾ ടോട്ടലി സ്കൂളിനെയും അതുപോലെ മറ്റ് റിസോഴ്സസിനെയൊക്കെയാണ് നമ്മൾ. പക്ഷേ എന്നാലും നമ്മൾ എത്തേണ്ടടുത്ത് എങ്ങനെയും ഒരുപാട് എത്താനുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ എപ്പിസോഡുകളൊക്കെ അതിനൊരു വലിയൊരു ഒരു പ്രകാശം അവരുടെ ജീവിതത്തിൽ കൊടുക്കണം. ഇല്ലെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചില്ലെങ്കിൽ ഇതാ പഠിപ്പിക്കാൻ വേറെ ആളുകളുണ്ട്. ഇതില്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഉണ്ട്.
അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു കാലഘട്ടത്തിൽ കത്തോലിക്ക സഭ നടത്തുന്ന സ്ഥാപനങ്ങൾ വളരെ കൃത്യമായിട്ട് ഇതിനൊരു ഗൈഡൻസ് കൊടുക്കുമായിരുന്നു. ഇപ്പം പാരൻസ് കൊടുക്കണമെന്ന് പറയുക നമ്മുടെയൊക്കെ വേദപാഠ ക്ലാസ്സുകളിലൊക്കെ ഇപ്പം പാരൻസിനെ വിളിച്ചൊക്കെ ആണെങ്കിലും അത് പറഞ്ഞു കൊടുക്കുകയും അതുപോലെ തന്നെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് കോളേജിൽ ഞാൻ പഠിച്ചതൊക്കെ കോൺവെൻറ്റ് സ്കൂളിലൊക്കെ. അപ്പോൾ സ്കൂളുകളിലൊക്കെ ഒരു +2 കാലഘട്ടത്തിലൊക്കെ ഞങ്ങൾക്ക് ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ക്ലാസ്സുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സിസ്റ്റേഴ്സും അച്ഛന്മാരും അതിൽ കുറച്ചും കൂടെ ഇത് പകർന്നു കൊടുക്കപ്പെടണം, റൈറ്റ് വേയിൽ പോകണം എന്ന് ഒത്തിരി ചിന്തിച്ചിരുന്ന ആൾക്കാരാണ്. കത്തോലിക്ക സഭ എപ്പോഴും ഇതിന് വളം ഇട്ട് കൊടുത്തിട്ടുണ്ടിരുന്ന ഒരു ബേസിക് നമുക്കൊരു സ്ട്രക്ചർ ഇത് വേണമെന്ന് കൃത്യമായിട്ട് ഇതിൻ്റെ കൂടെ നിന്ന ആളാണ്. പക്ഷേ ഇതിൻ്റെ ഒരു ദൂഷ്യവശങ്ങൾ വരുമ്പം അതിനെ ശക്തമായിട്ട് എതിർക്കാനും സഭ ഒത്തിരി മുന്നിലുണ്ടെന്ന് തോന്നുന്നു. അതൊരു നമുക്ക് അതിനെക്കുറിച്ചൊരു കൃത്യത പറയാൻ പറ്റില്ല. കാരണം ഞാൻ പല സ്ഥലങ്ങളിലും ഞാൻ ഈ TOB കോൺഫറൻസുകളൊക്കെ എടുക്കുമ്പോൾ യൂത്തുമായിട്ടുള്ള പഠിക്കുന്ന യൂത്തൊക്കെ ഷെയർ ചെയ്യുമ്പോൾ എന്നോട് അവർ പറഞ്ഞത്, എനിക്കതിൻ്റെ വസ്തുനിഷ്ഠത കൃത്യമായിട്ട് എനിക്കറിയത്തില്ല. അവർ പറയുന്നത് ഞങ്ങളുടെ കോളേജ്, നമ്മുടെ കാത്തലിക് കോളേജുകളുടെ കാര്യം പറയുന്നത്, ഞങ്ങളുടെ കോളേജിലും ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ പ്രോഗ്രാം നടത്തുന്നുണ്ട്. അല്ലെങ്കിൽ ഈ പ്രൈഡ് മന്തിൽ അവരെ ഇൻക്ലൂസീവ് ചെയ്യാനായിട്ട് പല ഈ പിന്നെ ട്രാൻസ്ജെൻഡർ കണക്റ്റഡ് ആളുകളെ കൊണ്ടുവന്ന് അവർക്ക് വേണ്ട ടോക്കുകൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ അവർ കൺഫ്യൂസ്ഡാണ്. നമ്മൾ കത്തോലിക്ക സഭ അതിനൊരു കാരണം എന്നതേ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇപ്പോൾ ഫോഴ്സ്ഡ് ആണ്. യെസ്, അതാണ് നമ്മൾ ഈ പറഞ്ഞ നമ്മുടെ മിക്ക ഇൻസ്റ്റിറ്റ്യൂഷൻസും ഒരു യൂണിവേഴ്സിറ്റിയുടെ ഒക്കെ കീഴിലാണ് വരുന്നത്. യെസ്, അപ്പോൾ ഒരു കരിക്കുലം ഫോളോ ചെയ്യാനും അവർ ഫോഴ്സ്ഡ് ആണ്, അതനുസരിച്ചുള്ള കാര്യങ്ങൾ നടപ്പിലാക്കാനും ഒരു ഫോഴ്സ്ഡ് ആണ്, ഒരു പ്രഷറുണ്ട് തീർച്ചയായിട്ടും. അതുകൊണ്ട് ആ ടെസ പറഞ്ഞ കാര്യങ്ങൾ പലപ്പോഴും അവർക്ക് ഇംപ്ലിമെന്റ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റത്തില്ല. സ്കൂൾസിൽ നമുക്ക് കുറച്ചും കൂടി ഈസിയാണ് അത് ഇംപ്ലിമെന്റ്. പക്ഷേ സ്കൂൾസിൽ ഈസി ആണെന്ന് പറഞ്ഞാലും എന്താണ് അവർ ഫോളോ ചെയ്യേണ്ടതെന്നുള്ള ഏകദേശം, കാരണം എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റും അവർക്കൊരു ഐഡിയ കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഡിസ്കസ് ചെയ്ത് വെച്ച് നമുക്ക് എല്ലാവർക്കും ഉത്തരവാദിത്വം ഉണ്ടല്ലേ വരും തലമുറയെ എഡ്യൂക്കേറ്റ് ചെയ്യാനായിട്ട്, റൈറ്റ് സെൻസിൽ എഡ്യൂക്കേറ്റ് ചെയ്യാൻ. അതിനായി നമുക്ക് ഒരു പ്രാർത്ഥനയോടെ തന്നെ കൺക്ലൂഡ് ചെയ്യാമെന്ന് ടെസ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. കർത്താവായ ഈശോയെ, ഞങ്ങൾ പറഞ്ഞ ഓരോ കാര്യങ്ങളെയും ഇന്ന് ഒന്ന് തിരിഞ്ഞ് ചിന്തിക്കുമ്പോൾ ഞങ്ങളുടെ ഓരോരുത്തരെയും ഉത്തരവാദിത്വമാണ് വരും തലമുറ. ഞങ്ങളുടെ ഓരോരുത്തരെയും ഉത്തരവാദിത്വമാണ് ഓരോ കുഞ്ഞുങ്ങളും. വേണ്ട വിധം വേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ, വേണ്ട വിധത്തിൽ ഇവരെ മുന്നോട്ട് നയിക്കാൻ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തരാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ മാതാവേ, കൈപിടിച്ച് വഴി നടത്തണമേ. ശരിയായ വഴി, ക്രിസ്തുവിലേക്കുള്ള വഴി ഞങ്ങളെ ഓരോരുത്തരെയും പഠിപ്പിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ഇന്ന് ഞാൻ കൺക്ലൂഡ് ചെയ്യാൻ പോകുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് മാതാപിതാക്കളോട് ഒരു കാര്യം പറയാനാണ്. സർ ഇന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഒരു സംശയവുമായി നമ്മുടെയൊക്കെ മുൻപിൽ എത്തുമ്പോൾ ആ സംശയങ്ങളെ തഴഞ്ഞു കളയാതെ അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ശരിയായ അർത്ഥങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക. ഈ ഒരു ആഹ്വാനം എന്തൊക്കെ വേണമെങ്കിൽ പറയാം, ഏറ്റെടുക്കണം. അതിനായി നാം പൊരുതണം. നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. അടുത്ത എപ്പിസോഡിൽ കാണും വരെ പരസ്പരം പ്രാർത്ഥനയിലായിരിക്കാം. നിങ്ങളുടെ സംശയങ്ങൾ ഞങ്ങളെ എഴുതി അറിയിക്കാൻ മറക്കണ്ട. ഞങ്ങളുടെ ഇമെയിൽ അഡ്രസ് info@tobforlife.org.